വിന്യാസമൊരുക്കിയ നൃത്തരൂപങ്ങൾ, താളാത്മകമായ ഭാവതീവ്രതയിൽ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ചുവടുകൾ, കോട്ടയം നല്ല ഇടയൻ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവമാതാ കുടുംബ കൂട്ടായ്മ ആഘോഷ ദിനങ്ങളിൽ ആവേശമൊരുക്കുന്ന ഒരു അപൂർവ കലാസംഗമ സംഘമായി കേരളത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. ക്ലൗഡ് ഡാൻസ്, ഷാഡോ ഡാൻസ്, ഓസ്ട്രിച്ച് ഡാൻസ്, അങ്ങനെ പുതുമകളുടെ സൗന്ദര്യം നിറച്ച് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ഈ കലാസംഘത്തിന് നേതൃത്വം നൽകുന്നതും കുട്ടികളെ കലാപരമായും കായികപരമായും പരിശീലിപ്പിക്കുന്നത് ജോസഫ് ചെറിയാനാണ്. താളവും മേളവും പ്രകാശവും സമന്വയിപ്പിച്ചൊരുക്കുന്ന ഈ അത്ഭുത കലാവിരുന്നിൽ പങ്കാളികളായ എല്ലാ കലാകാരന്മാർക്കും കോമഡിയുടെ ഈ ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. What about sunrise? What about rain? What about all the things that you said we were to gain? What about you? Is there a time? What about all the things that you said was yours and mine? Did you ever stop to notice all the blood we shed before? Did you ever stop to notice this crying earth, this weeping shore? നമ്മൾ ഇത്രയും നേരം കണ്ട ആ സ്പെക്ടക്കിളിന്റെ പുറകിൽ എവരൊക്കെയായിരുന്നു എന്നുള്ളത് നല്ലൊരു കഴിഞ്ഞോടുകൂടി ആരാണ് പഠിപ്പിച്ചത്, എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതിലെത്തിപ്പെട്ടു? ഓരോ വർഷം പള്ളിയിൽ വാർഷികമുണ്ട്, അപ്പൊ അവിടെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കും. ഞങ്ങൾ ഓരോ വർഷം ഓരോ വെറൈറ്റിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ജോസഫ്
പാപ്പിയ പാപ്പിയ ഈ വെറൈറ്റി പരിപാടി ചെയ്യത്തുള്ളൂ. ഇങ്ങനെ അപ്പൊ ഓരോന്ന് ജോസഫ് കണ്ടുപിടിച്ചു പാപ്പി ഒന്നിങ്ങോട്ട് വന്നേ ജോസഫ് പാപ്പി. പാപ്പി എവിടെ ഈ നമ്പറൊക്കെ പഠിച്ചേ? ആരാ ഇത് പഠിപ്പിച്ചതൊക്കെ? ഞാനും എന്റെ ഭാര്യയും പിന്നെ സ്വാമി പറഞ്ഞൊരു ആണോ? അപ്പൊ ആ ഭാര്യയെ വിളിക്കാണെങ്കിൽ ആ ഭാര്യയും കൂടി വിളിക്കുക. വേറെ ഭാര്യ ഉണ്ടോ? എന്നാൽ ആ ഭാര്യ ഇങ്ങോട്ട് വന്നേ. നമ്മളിത് പള്ളിയില് പഠിപ്പിക്കുന്നതാണോ? ഇതെങ്ങനെ? ഞങ്ങള് പള്ളിയിലെ ഇടവകത്തിനുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ വർഷവും അത് നടത്തുന്നത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഞങ്ങൾക്ക് വേറെ ഒരു പ്രോഗ്രാം കിട്ടിയ അവസരങ്ങളില്ല. അപ്പൊ ഞങ്ങൾ പള്ളി മാത്രം ഇങ്ങനെ ചെയ്ത് പിള്ളേരെ കൊണ്ടുപോകുക. റേച്ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പം ആ സാറിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സാറിന് ഇഷ്ടപ്പെട്ടപ്പം പറഞ്ഞു ജോസഫേട്ട ഒന്ന് അയച്ചു കൊടുക്ക്, അവർക്ക് ഇഷ്ടപ്പെടുവാണ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുത്തപ്പോ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ വിളിച്ചു. വെരി ഗുഡ്. അപ്പോ എന്തായാലും നമുക്ക് പാപ്പിനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസുകാർ കണ്ടാല് അമേരിക്കയിലോ കൊത്തിക്കൊണ്ടുപോകും. അല്ല, ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരിലും ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആ കൊച്ചുകുട്ടി സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ കൊടുത്തത്. എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്നത്. അവര് ഉപയോഗിച്ചതെല്ലാം ഇംഗ്ലീഷ് മ്യൂസിക് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഷോ കാണുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഒരു ആനിമേഷൻ ചെയ്ത പോലെ തോന്നുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പൊ രാത്രി മാത്രം പറ്റുള്ളൂ. രാത്രി മാത്രം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പണ്ട് തവള പിടുത്തക്കാരായിരുന്നു രാത്രി വന്നത് ടോർച്ചൊക്കെ ഇട്ട്. കാരണം ഇതിന്റെ സ്റ്റെപ്പൊക്കെ മനസ്സിലാവണമെങ്കിൽ വെളിച്ചത്തിൽ പറ്റൂല്ലോ. കറക്റ്റ് അത് നമുക്ക് മനസ്സിലാക്കണം. പിള്ളേർക്ക് പഠിത്തമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ചെറിയ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിള്ളേരുടെ പഠിത്തം അനുസരിച്ച് ഞങ്ങൾ രാത്രി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അച്ഛൻ സപ്പോർട്ട് ചെയ്യും ഇതിന് മൊത്തം? പള്ളിയിൽ അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ സമയത്ത്. ഈ അൾട്രാവയലറ്റ് അടിച്ചാൽ വെള്ളം മാത്രം കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് ആരെ സ്റ്റിച്ച് ചെയ്ത് തന്നത്? ഇതുപോലത്തെ സ്വന്തമായിട്ട് തയ്ച്ച് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി അല്ലേ? പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് ഡാൻസേഴ്സ് ഇത് അഡോപ്റ്റ് ചെയ്യും. അവരെ സ്റ്റേജിൽ ഇത് ഉപയോഗിക്കുന്നു തോന്നുന്നു. അതിനുള്ള റൈറ്റ്സ് മേടിച്ചോട്ടാ, കോപ്പി റൈറ്റ് മേടിച്ചോ. പാപ്പി ഒരു പുതിയൊരു ട്രെൻഡിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് എല്ലാവരും എന്തുണ്ടാക്കിയാലും നമ്മളിവിടെ കൊണ്ടുവരിക. കേട്ടോ, ഇവിടെ ഒരു വേദിയുണ്ട്. നിങ്ങളെ പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കാതെ ഇടവകയിലേക്ക് ഇവിടെ കൊണ്ടുപോവാ. കോമഡി ഉത്സവത്തിന്റെ ഇടവകയിലേക്ക് കൊണ്ടുപോവാ. കോമഡി ഉത്സവത്തിന്റെ ഇടവക എന്ന് പറഞ്ഞ ലോകമാ. അപ്പൊ ചേട്ടാ പാപ്പിച്ചാനും പിള്ളേരും കലക്കി. നല്ല കാഴ്ചയുടെ ഒരു നല്ല കൗതുകം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു സംഭവം ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. വളരെ രസമുണ്ടായിരുന്നു കാണാന്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൂടുതൽ നല്ല വെറൈറ്റീസുമായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. പാപ്പിച്ചേട്ടന്റെ 8 പിള്ളേർ തകർന്നെന്ന് പറയാം. കലക്കി തിമിർത്തെന്ന് പറയാം. കാരണം ഒരു വർണ്ണ വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ അമ്പരം തിരിക്കുകയാണ്. കാര്യം ഓസ്ട്രിച്ച് ഡാൻസ് ഒക്കെ സാധാരണ 2 പേരെ വെച്ചുള്ള ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഷോയിൽ സാധാരണ. പക്ഷെ ഇത് ഇങ്ങനെ ആനിമേഷൻ ചെയ്ത പോലെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതെന്തായാലും ഓൾ ദി ബെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പേ ഞാനിത് ചെയ്താലെന്ന് ചോദിക്കാം. എനിക്കിങ്ങനെ ഒട്ടകാവിന് മുട്ടയാവോ വെള്ളയിട്ട് വന്നാൽ മതി ഇല്ലേ? അത് ചില നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരുടെയും ഉള്ളിലൊരു കൊച്ചുകുട്ടി ഉണ്ടെന്ന്. അവിടെ പുറമേ കൊച്ചുകുട്ടി. അപ്പോ കോട്ടയത്ത് ടൗണില് ഒരു പള്ളിയിൽ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ആക്ടിന് തിരിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉണ്ട്. കാരണം ഒന്ന് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. എവിടെ വേണേലും ഇത് പോയി പെർഫോം ചെയ്യാം. പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എവരെ തന്നെ വിളിച്ച് പെർഫോം ചെയ്താൽ അത് വളരെ നന്നായിരിക്കും. അവരത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടീമിന് ഒരുപാട് വേദികൾ ഉണ്ടാകട്ടെ ലോകമെമ്പാടും. വലിയ ഇഷ്ടമാണ്. അപ്പൊ ചേട്ടൻ ഒരു ഹായ് പറയണോന്ന് എന്റെ സ്കൂളിലുള്ളവർ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ മഡോണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. മഡോണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാവർക്കും ഈ നിൽക്കുന്ന എല്ലാ ടാലന്റ്സിന്റെ പേരിലും നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരില് ഒരു ബിഗ് ഹായ് കേട്ടോ. അപ്പോ കാണാം. താങ്ക്സ് ലോട്ട്.